ഹായ് ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. അബ്ദുള്ള സാറാണ്. ഇന്ന് സാർ വന്നിരിക്കുന്നത് കുട്ടികൾക്കുള്ള ചില റൈറ്റ്സിനെ കുറിച്ച് പറയാനാണ്. നിങ്ങൾക്ക് ഇതൊക്കെ ലഭിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ മക്കളെല്ലാവരും കൃത്യമായി നോക്കേണ്ടതുണ്ട്. അപ്പം നിങ്ങൾക്ക് കുറേ അവകാശങ്ങളൊക്കെ നമ്മുടെ ഭരണഘടന ഉറപ്പ് നൽകുമ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുന്നുണ്ടോ എന്നുള്ളത് എന്ത് ചെയ്യുക, മക്കൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ ചൈൽഡ് റൈറ്റ്സ് നമ്മുടെ മക്കളൊക്കെ ഇവിടെ കണ്ടില്ലേ, ചിരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് അല്ലേ. കുറേ അധികം മക്കളൊക്കെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ തന്നെ ഹാപ്പിയായി ഹെൽത്തിയായി എപ്പോഴും എപ്പോഴും സന്തുഷ്ടരായി നിൽക്കണം. അപ്പോൾ അതിനു വേണ്ടി നമ്മുടെ ഭരണഘടന, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ചില അവകാശങ്ങളൊക്കെ നമുക്ക് തരുന്നുണ്ട്. അതിനെക്കുറിച്ചാണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ ചൈൽഡ് റൈറ്റ്സ് അല്ലെങ്കിൽ കുട്ടികൾക്കുള്ള അവകാശങ്ങളിലേക്ക് നമ്മൾ പോവാണ്. അവിടെ ഫസ്റ്റ് നമ്മൾ പറയുന്നുണ്ട്, the physical and mental states of childhood make the children eligible for special care and consideration. Hence, protection of rights of children is very important എന്നവിടെ നമുക്ക് തന്നിട്ടുണ്ട്. കുട്ടികളുടെ സംരക്ഷണം അല്ലെങ്കിൽ കുട്ടികളുടെ അവകാശ സംരക്ഷണം എന്ന് പറയുന്നത് അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അവരുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള കുട്ടികളായിരിക്കുമ്പോഴുള്ള അവസ്ഥ എന്ന് പറയുന്നത് അവർ മുതിരുമ്പോൾ അല്ലെങ്കിൽ നെക്സ്റ്റ് അവർ ഓരോ ഘട്ടം വരുമ്പോൾ അവരുടെ ഏജിൽ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഘടകമാണത്. അവർ മെൻ്റലിയും ഫിസിക്കലിയും കുട്ടികളായിരിക്കും തന്നെ ഹെൽത്തി ആയിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ കെയർ ചെയ്യേണ്ടതിനായിട്ട് ഭരണഘടന എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് കുറച്ചധികം അവകാശങ്ങൾ തരുന്നുണ്ട്. അതുകൂടാതെ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെ കെയർ ചെയ്യാൻ, നമ്മുടെ മെൻ്റലി ആണെങ്കിലും ഹെൽത്തി ആണെങ്കിലും ഒക്കെ കെയർ ചെയ്യാൻ ആരുണ്ട്? നമ്മുടെ പാരൻസും ഉണ്ട്, നമ്മുടെ മാതാപിതാക്കളും ഉണ്ട്. അപ്പോൾ നമുക്ക് അവകാശങ്ങളെ കുറിച്ച് തന്നെ നോക്കാം. മലയാളം കൂടി നോക്കാം. കുട്ടികളുടെ അവകാശങ്ങൾ എന്ന് പറയുമ്പോൾ ബാല്യത്തിൽ നിന്ന് ശാരീരികവും അതുപോലെ തന്നെ മാനസികവുമായ അവസ്ഥ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ പരിഗണന അർഹിക്കപ്പെടേണ്ട ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന് പറയുന്നുണ്ട്. അതിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു കാര്യമാണ് നമ്മൾ ഈ കാണുന്ന പോലെ തന്നെ എന്താണ്, റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം വിദ്യാഭ്യാസത്തിനുള്ള അവകാശം, റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്ന് പറയുന്നുണ്ട്. 2009 RTE അല്ലെങ്കിൽ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് പ്രകാരം എന്ത് ചെയ്യുന്നത്, നമ്മുടെ പാർലമെൻറ്റ് എന്ത് ചെയ്യുന്നത്, ഇത് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗമാവുന്നത്, ഇത് അവകാശമായി മാറുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും, ദ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് of 2009 passed by Indian Parliament highlights this. It ensures free and compulsory education to children in the age group of 6 to 14. Favorable learning environment and basic facilities are the right of children. ഇവിടെ നമുക്ക് കാണാൻ പറ്റും, 6 മുതൽ 14 വരെ വയസ്സുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യമായിട്ട്, ഫ്രീ ആൻഡ് കമ്പൾസറി, നിർബന്ധിതമാണ് സൗജന്യവുമായിട്ടുള്ള വിദ്യാഭ്യാസം ഉറപ്പ് നൽകുക എന്നുള്ളത് തന്നെയാണ് 2009 പാർലമെൻറ്റിൽ പാസ്സായിട്ടുള്ള വിദ്യാഭ്യാസ അവകാശം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാ കുട്ടികൾക്കും, കുട്ടികളായിരിക്കുന്ന സമയത്ത് അവർക്ക് എന്ത് നൽകിയിരിക്കണം, വിദ്യാഭ്യാസം നൽകിയിരിക്കണം അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്തിരിക്കണം എന്ന് തന്നെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അതുകൂടാതെ പഠനാനുകൂല അന്തരീക്ഷവും അടിസ്ഥാന സൗകര്യങ്ങളും കുട്ടികളുടെ അവകാശമാണ്. എന്താണ് മക്കളെ? ഫേവറബിൾ ലേണിംഗ് എൻവയോൺമെന്റ് ആൻഡ് ബേസിക് ഫെസിലിറ്റീസ് ആർ ദ റൈറ്റ്സ് ഓഫ് ചിൽഡ്രൻ. പഠനാനുകൂല അന്തരീക്ഷവും അടിസ്ഥാന സൗകര്യങ്ങളും ഒരു കുട്ടിയുടെ അവകാശമാണ്. അത് നമുക്ക് വീട്ടിൽ നിന്നാണെങ്കിലും അല്ലെങ്കിൽ സ്കൂളിൽ നിന്നാണെങ്കിലും ഒക്കെ നമുക്ക് കൃത്യമായിട്ടും പ്രൊവൈഡ് ചെയ്യണം. നമുക്ക് പഠിക്കാൻ അനുകൂലമായിട്ടുള്ള ഫേവറബിൾ ആയിട്ടുള്ള എൻവയോൺമെന്റ് ആയിരിക്കണം, അന്തരീക്ഷമായിരിക്കണം, പരിസ്ഥിതി ആയിരിക്കണം. പിന്നെയോ അടിസ്ഥാന സൗകര്യങ്ങൾ, ഇപ്പോൾ ബേസിക് ഫെസിലിറ്റീസ്, ഇപ്പോൾ നമുക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ഇരിക്കാൻ സീറ്റ് അല്ലെങ്കിൽ നമുക്ക് ബ്ലാക്ക് ബോർഡ് അല്ലെങ്കിൽ ഇപ്പോൾ കുറച്ചും കൂടി ഡെവലപ്പ് ആവുന്നു. അപ്പോൾ അതിനനുസരിച്ചുള്ള ടെക്നോളജിയും സൗകര്യങ്ങളും അങ്ങനെ എല്ലാം കുട്ടികളുടെ വിദ്യാഭ്യാസം നേടിയെടുക്കാൻ പോകുന്ന 6 മുതൽ 14 വയസ്സ് വരെയുള്ള വിദ്യാർത്ഥികളുടെ അവകാശമാണ്, റൈറ്റാണ്. എന്ത് നമുക്ക് പറയുന്നത്, പഠനാനുകൂല അന്തരീക്ഷവും അടിസ്ഥാന സൗകര്യങ്ങൾ എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പറയുന്നത് എന്താണ്, റൈറ്റ് ടു എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസത്തിനുള്ള അവകാശം. നിങ്ങൾ കാണുന്നുണ്ടാവും നിങ്ങളുടെ ചുറ്റുപാടും ചില മക്കളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഹോട്ടലുകളിൽ പണിയെടുക്കുന്നു അല്ലെങ്കിൽ പല ഭിക്ഷാടനം ചെയ്യുന്നു. ഇവരൊക്കെ എന്താണ്, 6 മുതൽ 14 വയസ്സ് വരെയുള്ള മക്കളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ. ചൈൽഡ് ലേബറും അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ ശിശുക്കളായിട്ടുള്ള അല്ലെങ്കിൽ കുട്ടികളെ ജോലി ചെയ്യുന്നതും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രൊഹിബിറ്റ് ചെയ്തിട്ടുണ്ട്. ചൈൽഡ് മാരേജ് ഒക്കെ പ്രൊഹിബിറ്റ് ചെയ്തിട്ട് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാണ്, നിങ്ങളെ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അതുകൂടാതെ ഫണ്ടമെൻ്റൽ റൈറ്റ് ഉറപ്പ് നൽകുന്ന 6 അവകാശങ്ങളുണ്ട്, മൗലിക അവകാശങ്ങളുണ്ട്. അതെല്ലാവർക്കും ഉള്ളതാണ്, കുട്ടികൾക്കുള്ളത് തന്നെയാണ്. അതുകൂടാതെ നിങ്ങൾക്ക് മാത്രമുള്ള അവകാശങ്ങളെ കുറിച്ചാണ് നമ്മളോട് പറയുന്നത്. ഇപ്പം നിങ്ങൾ ആരെങ്കിലും നിർബന്ധിച്ച് ജോലിക്ക് ചെയ്യിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ സറൗണ്ടിങ്സിൽ നിങ്ങളുടെ ചുറ്റുപാടും അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കംപ്ലൈൻറ്റ് ചെയ്യാം, പരാതിപ്പെടാം. അതിനുമുള്ള സംവിധാനം നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നമുക്കിവിടെ കൃത്യമായിട്ടും എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കൃത്യമായി നോക്കുക, വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമ്മുടെ അവകാശമാണ്. കുട്ടിയായിരിക്കുമ്പോൾ വിദ്യാഭ്യാസം കിട്ടുക, ഫ്രീ ആൻഡ് കമ്പൾസറി എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ഓരോരുത്തരുടെയും എന്താണ്, അവകാശമാണ്. അല്ലെങ്കിൽ റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും അവകാശമാണ്. അതുപോലെ തന്നെ അടിസ്ഥാന സൗകര്യങ്ങൾ എന്ന് പറയുന്ന അവകാശമാണ്. ഇതൊക്കെ മക്കൾ എന്ത് ചെയ്യുക, തിരിച്ചറിയുക എന്നുള്ളത്
ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഓക്കെ, അപ്പോൾ അതിന് ഓരോ കുട്ടികളെയും കെയർ ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി ആർക്കുണ്ട്? അവരുടെ പാരൻസിനുണ്ട്, അതുപോലെ തന്നെ അവരുടെ ചുറ്റുപാടുകൾക്കുണ്ട്, അതുപോലെ തന്നെ എൽഡേഴ്സിനുണ്ട്, സറൗണ്ടിങ്സിലുള്ള എല്ലാ ആളുകൾക്കും എന്തുണ്ട്? കുട്ടികളെ കെയർ ചെയ്യുക എന്നുള്ള റെസ്പോൺസിബിലിറ്റി നമുക്ക് കാണാൻ പറ്റും. ഇനി ഇവിടെ നമ്മൾ പറയുന്നുണ്ട്, ചിൽഡ്രൻസ് ആർ സബ്ജക്റ്റഡ് ടു വേരിയസ് എക്സ്പ്ലോയിറ്റേഷൻ. സെവറൽ ആക്ഷൻസ് ഹാവ് ബീൻ ടേക്കൺ അറ്റ് ദ നാഷണൽ ആൻഡ് സ്റ്റേറ്റ് ലെവൽസ് ഓഫ് പ്രൊട്ടക്ഷൻ ഓഫ് ദ റൈറ്റ്സ് ഓഫ് ചിൽഡ്രൻ. നമ്മളിവിടെ പറയുന്നുണ്ട്, എന്ത് തന്നെ ഉണ്ടെങ്കിൽ പോലും കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ പല ഭാഗത്തും എന്ത് ചെയ്യുന്നുണ്ട്? കാണുന്നുണ്ട് സ്റ്റിൽ. അതുകൊണ്ട് തന്നെ അത് പ്രിവെൻറ്റ് ചെയ്യാൻ, അത് ഇല്ലാതാക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട്? നാഷണൽ ലെവലാണെങ്കിലും സ്റ്റേറ്റ് ലെവലാണെങ്കിലും കുട്ടികളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി, കുട്ടികളുടെ റൈറ്റ്സ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ചില കമ്മീഷനുകളും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് നാഷണൽ ചൈൽഡ് റൈറ്റ്സ് കമ്മീഷൻ ആൻഡ് ദ സ്റ്റേറ്റ് ലെവൽ കമ്മീഷൻ. നാഷണൽ ലെവലും സ്റ്റേറ്റ് ലെവലും എന്തുണ്ട്? ചൈൽഡ് റൈറ്റ് കമ്മീഷൻ ഉണ്ട്. കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയും അതിലേതെങ്കിലുമൊക്കെ ഡിനായ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ, നിഷേധിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതിന് പരിഹാരം കാണാനും എന്തുണ്ട്? യെസ്, നമുക്ക് കാണാൻ പറ്റും ചൈൽഡ് റൈറ്റ് കമ്മീഷൻസ്. അത് നാഷണൽ ലെവലും ഉണ്ട്, സ്റ്റേറ്റ് ലെവലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ കുട്ടികളുടെ അവകാശം ലംഘിക്കപ്പെട്ടാൽ നമുക്ക് എവിടെ പോകാം? ചൈൽഡ് റൈറ്റ് കമ്മീഷനിലേക്ക് നമുക്ക് പോകാം, അല്ലെങ്കിൽ നമുക്ക് എവിടെ പോകാം? ബാലാവകാശ കമ്മീഷനെ സമീപിക്കാവുന്നതാണ്. നമുക്കവിടെ പരാതിപ്പെടാനുള്ള അവകാശം നമുക്ക് ഓരോരുത്തർക്കുണ്ട്, നിങ്ങൾക്ക് ഓരോരുത്തർക്കുണ്ട് മക്കളെ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ തിരിച്ചറിയുക, നിങ്ങളുടെ ചുറ്റുപാടും ആരെങ്കിലൊക്കെ ചെറിയ മക്കൾ വിദ്യാഭ്യാസം കിട്ടുന്നില്ല, പണിക്ക് പോകേണ്ട സാഹചര്യമുണ്ട്. മേ ബി അത് ഫാമിലിയിലുള്ള പ്രശ്നങ്ങളായിരിക്കാം ചിലപ്പോൾ. എന്ത് തന്നെ ആയാലും നിങ്ങൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ടും അവരെന്ത് ചെയ്യുക? അവർക്ക് വേണ്ട ഡയറക്ഷൻസും കാര്യങ്ങളൊക്കെ ഈ പറയുന്ന ബാലാവകാശ കമ്മീഷൻ ത്രൂ ഒക്കെ എന്ത് ചെയ്യുക? നിങ്ങൾ സ്കൂളുകളിൽ പോയി ഇൻഫോം ചെയ്യുക. സ്കൂളിലെ ടീച്ചേഴ്സ് എന്ത് ചെയ്യും? ആ കാര്യങ്ങൾ ചെയ്തോളൂ. നിങ്ങളുടെ സറൗണ്ടിങ്സിൽ അങ്ങനെ എന്തൊക്കെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ സ്കൂളിലെ ടീച്ചേഴ്സിനോട് പോയിട്ട് എന്ത് ചെയ്യുക? കാര്യങ്ങൾ ഇൻഫോം ചെയ്യുക. അവർ ബാക്കി ഫെർദർ മൂവ്മെൻറ്റ് അവർ ചെയ്തോളൂ. അല്ലെങ്കിൽ നിങ്ങളുടെ പാരൻസിനോട് പോയിട്ട് എന്ത് ചെയ്യുക? ഇൻഫോം ചെയ്യുക. അപ്പോൾ നിങ്ങളെപ്പോലെ തന്നെ 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ മക്കൾക്കും എന്തിനുള്ള അവകാശമുണ്ട്? വിദ്യാഭ്യാസത്തിനുള്ള അവകാശമുണ്ട്. അവർക്ക് നിർബന്ധിതവും സൗജന്യമാണ്, നിർബന്ധിതമാണ്, കമ്പൽസറി ആണ്. അതുകൊണ്ട് തന്നെ അതെല്ലാവർക്കും കിട്ടിയെന്ന് എന്ത് ചെയ്യുക? മക്കളെല്ലാവരും ഉറപ്പുവരുത്തുക. അപ്പോൾ തൽക്കാലം ഈ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്കുള്ള അവകാശങ്ങളാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട്, എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഓൾ, ബൈ.